to Exam Family. അപ്പോൾ മക്കളെ +1 ഞാൻ കൊമേഴ്സ് എടുക്കൂ എന്ന് തീരുമാനിച്ചുറപ്പിച്ചിട്ടുള്ള അല്ലെങ്കിൽ കൊമേഴ്സ് എടുത്താലോ എന്ന് ആലോചിച്ചിരിക്കുന്ന എൻ്റെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു വീഡിയോ ആണ്. അപ്പോൾ അങ്ങനെയുള്ള ആരെങ്കിലും ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, കംപ്ലീറ്റ് ആയിട്ട് വീഡിയോ കാണുക, ഒരല്പം പോലും സ്കിപ്പ് ചെയ്യരുത്. കാരണം നിങ്ങൾക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ മാത്രമേ ഞാൻ ഈ വീഡിയോയിൽ ഷെയർ ചെയ്യുന്നുള്ളൂ എന്നുള്ളതാണ് പോയിന്റ്. ഓക്കെ, അപ്പോൾ മക്കളെ നിങ്ങളിപ്പോൾ അതാ റിസൾട്ടൊക്കെ വന്നു എന്നിരിക്കുക. അപ്പം നിങ്ങൾ കൊമേഴ്സ് എടുത്തു കഴിഞ്ഞാൽ, ഇപ്പം നിങ്ങൾ കൊമേഴ്സ് ആണ് എടുത്തത്, നല്ല മാർക്ക് ഉണ്ട്, ഇപ്പം നിങ്ങൾക്ക് ഫുൾ A+ ഒക്കെ കിട്ടിയെന്ന് വിചാരിക്കുക, നല്ല മാർക്ക് ഉണ്ട്, അതുകൊണ്ട് ഞാൻ കൊമേഴ്സ് എടുത്തു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ കേൾക്കാൻ ചാൻസ് ഉള്ളൊരു ക്വസ്റ്റ്യൻ ആണ്, കൊമേഴ്സോ, എന്താ സയൻസ് എടുക്കാഞ്ഞ്, സയൻസ് എടുത്തുകൂടായിരുന്നോ? അല്ലെങ്കിൽ നിങ്ങളിപ്പോൾ കൊമേഴ്സ് ആണ് എടുത്തതെന്ന് പറയാം, നിങ്ങളുടെ മാർക്ക് അറിയില്ലെങ്കിൽ അവർ ചോദിക്കും സയൻസ് എടുക്കാനുള്ള മാർക്ക് ഇല്ലല്ലേ എന്നൊക്കെ ചോദ്യം ചോദിക്കാനുള്ള അല്ലെങ്കിൽ ചോദ്യങ്ങൾ നേരിടാനുള്ള ഒരു ചാൻസ് ഉണ്ട്. കാരണം നമ്മുടെ സമൂഹത്തിൻ്റെ, നമ്മുടെ സൊസൈറ്റീൻ്റെ ഒരു തെറ്റായ ഒരു കാഴ്ചപ്പാടാണ് മാർക്കിൻ്റെ ബേസിൽ സ്ട്രീമിനെ അങ്ങ് ക്ലാസിഫൈ ചെയ്യണത്. പക്ഷെ ഇപ്പൊക്കെ കുറേയൊക്കെ മാറ്റം വന്ന് തുടങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ മിസ് +1 ചേർന്ന സമയത്ത് മിസ്സിൻ്റെ ക്ലാസ്സിലൊരു കുട്ടിക്ക് ഫുൾ A+ ആണ്, ആൾ സയൻസ് നിന്ന് കൊമേഴ്സിലേക്ക് ഷിഫ്റ്റായി വന്ന സമയത്ത് ടീച്ചേഴ്സ് വരെ ചോദിച്ചിട്ടുണ്ട് എന്താ സയൻസ് നിന്ന് മാറിയേ എന്ന്. ഓക്കെ, അപ്പോൾ കുറേയൊക്കെ മാറ്റങ്ങൾ വന്ന് തുടങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ ആൾക്കാരൊന്നും മാർക്കിൻ്റെ ബേസിലല്ല സ്ട്രീം എടുക്കുന്നത്. അപ്പോൾ മിസ് ഒരു കാര്യം ചോദിക്കട്ടെ നിങ്ങളോട്, അപ്പം നിങ്ങളിപ്പോൾ കൊമേഴ്സ് എടുക്കുന്നതും സയൻസ് എടുക്കുന്നതും ഹ്യൂമാനിറ്റീസ് എടുക്കുന്നതൊക്കെ മാർക്കിൻ്റെ ബേസിലാണോ? ഒരിക്കലും അല്ല അല്ലേ. ഇപ്പോൾ മിസ്സിനിപ്പോൾ ഫിനാൻസ് റിലേറ്റഡ് ചെയ്തിട്ടാണ് പഠിക്കേണ്ടത്. അപ്പോൾ മിസ് ഇപ്പോൾ സയൻസ് എടുത്തിട്ട് കാര്യമുണ്ടോ? ഫിനാൻസിൻ്റെ അകത്ത് ഫിസിക്സിൻ്റെ ആവശ്യമുണ്ടോ? കെമിസ്ട്രിയുടെ ആവശ്യമുണ്ടോ? ഇല്ല. അപ്പം ഞാൻ എന്തിന് സയൻസ് എടുത്ത് പഠിക്കണം? അല്ലെങ്കിൽ ബാങ്കിലാണ് വർക്ക് ചെയ്യേണ്ടത്, ബാങ്കിൽ എനിക്ക് എന്തെങ്കിലും റിയാക്ഷൻസോ കാര്യങ്ങളൊക്കെ പഠിക്കേണ്ട ആവശ്യമുണ്ടോ? ഒരിക്കലും ഇല്ല. പക്ഷെ മിസ്സിൻ്റെ ഒരു ഫ്രണ്ടിന് ഒരു ഡോക്ടർ ആവണം, ആ ആളിപ്പോൾ ഹ്യൂമാനിറ്റീസ് എടുത്ത് പഠിച്ചിട്ട് കാര്യമുണ്ടോ? ഇല്ല അല്ലേ. അവർക്ക് ബയോളജി കാര്യങ്ങൾ ആവശ്യമാണ്. അപ്പോൾ മാർക്കല്ല ഒരിക്കലും ഒരു സ്ട്രീം സെലക്ഷനിൽ വിഷയമായി വരുന്നത്. പക്ഷെ എന്താണ് വിഷയമായി വരുന്നത്? നമ്മുടെ താല്പര്യങ്ങളാണല്ലേ വിഷയമായി വരുന്നത്. നമുക്ക് എന്താകണം, എന്തിനെക്കുറിച്ച് പഠിക്കാനാണ് താല്പര്യം, ഏത് മേഖലയിൽ അറിയപ്പെടാനാണ് താല്പര്യം എന്നതിനൊക്കെ റിലേറ്റ് ചെയ്ത് മാത്രമാണ് നമ്മുടെ സ്ട്രീം സെലക്ഷനും വരുന്നത്. ഓക്കെ, പിന്നെ ആകെപ്പാട് നമ്മൾ സയൻസിന് ഒരു കുറച്ചൊരു മുൻതൂക്കം എന്ന് പറയാനാണെങ്കിൽ നമുക്ക് വേണമെങ്കിൽ സയൻസ് എടുത്തു കഴിഞ്ഞാൽ കൊമേഴ്സിൻ്റെ സെക്ടേഴ്സിലേക്കും പോകാം, ഹ്യൂമാനിറ്റീസിൻ്റെ സെക്ടേഴ്സിലേക്കും പോകാം എന്നുള്ളതാണ്. അത് വാസ്തവപരമായിട്ടുള്ള ഒരു കാര്യമാണ്. പക്ഷെ നമുക്ക് കൊമേഴ്സ് എടുത്താൽ ഒരിക്കലും സയൻസ് റിലേറ്റഡ് ആയി സയൻസിൻ്റെ ബേസ് വരുന്ന ഒരു മേഖലയിലേക്ക് നമുക്ക് പോകാൻ പറ്റില്ല, ഹ്യൂമാനിറ്റീസ് എടുത്താലും. പക്ഷെ എന്ന് വെച്ച് ജോബ് ഓപ്പർച്യൂണിറ്റീസിലൊന്നും ഒരു വ്യത്യാസമില്ല, എല്ലാവർക്കും ഈക്വൽ ആയിട്ടുള്ള ജോബ് ഓപ്പർച്യൂണിറ്റീസ് ആണ്. നമ്മൾ അങ്ങനെ സയൻസ് എടുത്തിട്ട് കൊമേഴ്സ് സെക്ടേഴ്സിലേക്ക് പോകാനാണെങ്കിൽ എന്തിനാണ് വെറുതെ 2 വർഷം നമ്മൾ ബയോളജിയും അല്ലെങ്കിൽ സുവോളജിയും അല്ലെങ്കിൽ നമ്മുടെ കെമിസ്ട്രി ഒക്കെ പഠിച്ച് സമയം കളയുന്നത്? കാരണം നമ്മൾ അതിൽ നിന്ന് നേരെ വിട്ട് വേറൊരു മേഖലയിലേക്ക് പോകുന്ന സമയത്ത് അവിടുത്തെ ടെർമിനോളജീസ് ഒക്കെ നമ്മൾ പഠിക്കേണ്ടി വരും അല്ലേ. അപ്പോൾ അതൊക്കെ വെറുതെ വേസ്റ്റാണ്, കൂടുതൽ എഫേർട്ട് കളയാണ്. നമുക്ക് അങ്ങനെ വേസ്റ്റ് ചെയ്ത് കളയാനില്ല. കാരണം ഈ ലോകത്തെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റിസോഴ്സ് എന്താണ്? സമയമാണ്. അത് നന്നായിട്ട് മാനേജ് ചെയ്യാൻ പറ്റുന്നവർക്കാണ് ലൈഫിൽ സക്സസ്ഫുൾ ആയിട്ട് മാറാൻ വേണ്ടി സാധിച്ചിട്ടുള്ളത്. അപ്പോൾ വെറുതെ 2 വർഷം അവിടെ കളഞ്ഞു, അതൊക്കെ മറന്ന് വേറൊരു പുതിയ സെക്ടറിലേക്ക് പോകുന്നു, അവിടേക്ക് വീണ്ടും എഫേർട്ട് ഇട്ട് പഠിക്കുന്നു, ഇതൊക്കെ വേസ്റ്റ് ഓഫ് ടൈം ആണ്. അതൊക്കെ ഒഴിവാക്കുക, നിങ്ങൾ സ്മാർട്ടായിട്ട് വർക്ക് ചെയ്യുക അല്ലേ. അപ്പോൾ കൊമേഴ്സ് എന്തുകൊണ്ട് എടുത്തു എന്നുള്ളൊരു ചോദ്യം നിങ്ങളോട് ആരെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാലോ എങ്ങനെയാണ് റിപ്ലൈ ചെയ്യേണ്ടതെന്നുള്ളത്. എൻ്റെ ഇൻട്രസ്റ്റ് അതാണ്, എനിക്ക് അങ്ങനെയുള്ള ഒരു സെക്ടറിലേക്കാണ് എനിക്ക് വർക്ക് ചെയ്യേണ്ടതെന്ന് അല്ലേ. പിന്നെ വേറൊരു കാര്യം, കൊമേഴ്സ് ഈസി ആണോ മിസ്സേ എന്ന് നിങ്ങൾ എന്നോട് ചോദിച്ചു കഴിഞ്ഞാൽ മിസ് പറയും കൊമേഴ്സ് ഈസി ആണ്, പക്ഷെ കംപ്ലീറ്റ് ആയിട്ട് ഈസി ആണെന്നും പറയില്ല. ആണോന്ന് വെച്ചാൽ ആണ്, അല്ലേ എന്ന് വെച്ചാൽ അല്ല. കാരണം വേറെ ഒന്നും കൊണ്ടല്ല. ഇപ്പോൾ സയൻസ് നിങ്ങൾ +1 +2 എടുക്കുകയാണ്, നിങ്ങൾക്ക് അറിയാം സയൻസിൽ എന്താ നിങ്ങൾ പഠിക്കാൻ വേണ്ടി പോകുന്നത്. നിങ്ങൾ 10ാം ക്ലാസ് വരെ പഠിച്ചുണ്ടാക്കിയിട്ടുള്ള സയൻസിൻ്റെ ബേസാണ് അല്ലേ. അതിൻ്റെ മുകളിലാണ് ഇനി നിങ്ങൾ പണിയാൻ വേണ്ടി പോകുന്നത്. അതായത് നിങ്ങൾ +1 +2 എടുത്തു കഴിഞ്ഞാൽ അതുകൊണ്ട് എന്താണ്, അഡ്വാൻസ് ലെവലിലായിരിക്കും നിങ്ങൾക്ക് ക്ലാസ്സസ് ഉണ്ടാവുക. അവിടെ ഇനി ബേസ് ആരും പഠിപ്പിച്ചു തരില്ല അല്ലേ. പിന്നെ നിങ്ങൾ ഹ്യൂമാനിറ്റീസ് എടുക്കുകയാണെങ്കിലും എന്താണ്, നമ്മൾ സോഷ്യൽ സയൻസിൻ്റെ ഒക്കെ കുറച്ചുകൂടെ അല്ലെങ്കിൽ അതിൻ്റെയൊക്കെ ഒരു വേറെ തന്നെ ഒരു മേഖല പോലെ തന്നെ കുറച്ച് ഡെപ്താണ്. നിങ്ങൾ ഒരുപാട് കാര്യങ്ങളൊക്കെ നമ്മൾ സ്കൂൾ ലൈഫിൽ തന്നെ പഠിച്ചിട്ടുണ്ടാവും, 5ാം ക്ലാസ് മുതലൊക്കെ സോഷ്യൽ പഠിച്ചു പോകുന്നല്ലേ. പക്ഷെ കൊമേഴ്സ് എന്ന് പറയുന്നത് എന്താണ്, നിങ്ങൾ ഫസ്റ്റ് ടൈമാണ് പഠിക്കാൻ പോകുന്നത്. നിങ്ങൾ ഇതുവരെ
നിങ്ങളുടെ സ്കൂൾ ലൈഫിൽ കൊമേഴ്സ് റിലേറ്റഡ് ആയിട്ട് നിങ്ങൾ പഠിച്ചിട്ടില്ല അല്ലേ, അതിൻ്റെ ടേംസ് ഒന്നും പഠിച്ചിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ബേസ് ലെവലിലായിരിക്കും കമ്പയർ ചെയ്യുന്ന സമയത്ത്, മറ്റ് സ്ട്രീമിനായിട്ട് കമ്പയർ ചെയ്യുന്ന സമയത്ത് ബേസ് ലെവലിലായിരിക്കും ക്ലാസ്സസ് ഉണ്ടായിരിക്കുക. ഓക്കെ, അപ്പം നിങ്ങൾക്ക് എക്സാംസ് ഒക്കെ ഈസി ആയിട്ട് പാസ്സാവുന്നതേ ഉള്ളൂ നിങ്ങൾ ആ ഒരു എഫേർട്ട് ഇട്ടാൽ. പക്ഷേ ഇഫ് യു വാണ്ട് ടു ഇംപ്രൂവ് യുവർ നോളജ് ഇൻ കൊമേഴ്സ് യു ഹാവ് ടു പുട്ട് എക്സ്ട്രാ എഫേർട്ട് എന്ന് വേണമെങ്കിൽ പറയാം. നിങ്ങൾക്ക് എക്സ്ട്രാ എഫേർട്ട് ഇട്ടാൽ മാത്രമേ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ, നിങ്ങളുടെ ആ ഒരു നോളജ് അല്ലെ, ഡെപ്തിലേക്ക് നോളജ് പോകണമെങ്കിൽ എന്താണ് എക്സ്ട്രാ എഫേർട്ട് ഉണ്ട്. അല്ലെ നിങ്ങൾക്ക് മാർക്ക് മാത്രം മതി, ജസ്റ്റ് പാസ്സായാൽ മതി എന്നാണെങ്കിലൊക്കെ ഈസി ആയിട്ട് പാസ്സാവുന്നതേ ഉള്ളൂ. കുറച്ച് അതിൻ്റെതായ രീതിയിൽ പഠിച്ചു കഴിഞ്ഞാൽ. പക്ഷെ കുറച്ചുകൂടെ ഇൻഡെപ്ത് ആയിട്ട് പഠിക്കണമെങ്കിൽ നിങ്ങൾ എക്സ്ട്രാ വായിക്കണം. എക്സ്ട്രാ അല്ലെങ്കിൽ ഒരു എക്സാം ഓറിയൻറ്റഡ് അല്ലാതെ നിങ്ങളുടെ സിലബസിനെ കാണേണ്ടി വരും. മറ്റേത് എക്സാമിന് മാത്രം, എക്സാമിൻ്റെ പോയിന്റ് ഓഫ് വ്യൂ, എക്സാമിന് ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് മാത്രമൊക്കെ നോക്കി പഠിച്ചു കഴിഞ്ഞാൽ എക്സാം ഈസി ആയിട്ട് പാസ്സാവാൻ നല്ല മാർക്ക് സ്കോർ ചെയ്യാം. പക്ഷെ അല്ലാതെ സബ്ജക്റ്റ് വൈസ് നോളജ് നിങ്ങൾക്ക് ഇമ്പ്രൂവ് ചെയ്യണമെങ്കിൽ നിങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് തന്നെ നിങ്ങളുടെ സിലബസിന് എന്ത് ചെയ്യണം, ഫോക്കസ് ചെയ്ത് തന്നെ പോകണമെന്ന് വേണമെങ്കിൽ പറയാം. ഓക്കെ, ഇനിയിപ്പോൾ നമ്മൾ കൊമേഴ്സിൻ്റെ നമ്മൾ ജോബ് ഓപ്പർച്യൂണിറ്റീസിനെ കുറിച്ചിട്ട് അല്ലെങ്കിൽ ജോലി സാധ്യതകളെ കുറിച്ച് ചോദിച്ചു കഴിഞ്ഞാൽ അവിടെയും പറയാൻ വേണ്ടി പറ്റും. ഇനിയിപ്പം ഏറ്റവും കൂടുതൽ വളർന്നുകൊണ്ടിരിക്കുന്നത് ഏത് മേഖല, ഏത് സെക്ടറാണ് അല്ലേ, ബിസിനസ് സെക്ടറാണ് ഇപ്പോൾ വളർന്നുകൊണ്ടിരിക്കുന്നത് ഏറ്റവും കൂടുതലായിട്ട്. ഇപ്പം നിങ്ങൾ ഇൻസ്റ്റാഗ്രാം എന്നെ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ കാണാമല്ലേ എന്തോരം സ്റ്റാർട്ടപ്പുകളാണ്, എന്തോരം കമ്പനീസാണ്. നമ്മുടെ ഗ്ലോബലൈസേഷൻ വന്നതിന് ശേഷം എന്താണ്, നമ്മളുടെ മുന്നിൽ വലിയ ഒരു മാർക്കറ്റ് തന്നെ തുറന്നു കിടപ്പുണ്ട്. കാരണം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഇപ്പോൾ രാജ്യങ്ങൾ അതിർത്തി കടന്നുകൊണ്ട് വരെ നമുക്ക് നമ്മൾ ജോലി അന്വേഷിച്ച് ബിസിനസ്സുകൾ ചെയ്യാനും പോകാനും ഒക്കെ പറ്റും. അപ്പോൾ ഇത്രയും ബിസിനസ്സുകൾ വന്നുകൊണ്ടിരിക്കുന്ന സ്ഥിതിക്ക് തന്നെ ആ ബിസിനസ്സുകാർക്കൊക്കെ എന്താണ്, ഒരു അക്കൗണ്ടൻറ്റിന് ആവശ്യമാണ്, ഒരു മാനേജറെ ആവശ്യമാണ്, ഒരു മാർക്കറ്റിംഗ് അല്ലെ സ്റ്റാഫിന് ആവശ്യമാണ്, അല്ലെങ്കിൽ വലിയ വലിയ കമ്പനീസ് ആകുമ്പോൾ അവിടെ സിഇഒന് ആവശ്യമാണ്. ഒരുപാട് ആൾക്കാരെ എന്താണ് കൊമേഴ്സ് ബേസ് ചെയ്തിട്ടുള്ള കൊമേഴ്സുകാരിയും ആവശ്യമാണ്. ഡിമാൻഡാണല്ലേ, ഡിമാൻഡ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന സമയമാണ്. അപ്പോൾ ഒരിക്കലും ജോലി സാധ്യതകൾ ചുരുങ്ങി പോകുന്നില്ല കൊമേഴ്സിൽ അല്ലേ. ഇപ്പോൾ മിസ്സിൻ്റെ ഒരു പ്രഡിക്ഷൻ പോലെ മിസ്സ് പറയാണ്, ഇനിയുള്ള കുറച്ച് വർഷങ്ങൾ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ഏത് സെക്ടറിലാണ് പീക്ക് ടൈം വരാൻ പോകുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മിസ്സ് പറയും ഇൻഷുറൻസ് സെക്ടേഴ്സിലായിരിക്കും എന്നുള്ളത്. കാരണം വേറൊന്നല്ല, നമ്മളെ കൊറോണ എന്ന് പറയുന്ന ഒരു സംഭവം വന്നതിന് ശേഷം അല്ലേ, നമുക്ക് പെട്ടെന്ന് ഓർക്കാപ്പുറത്ത് കിട്ടിയ ഒരു അടിയാണ് കൊറോണ എന്ന് പറയുന്നത്. അതിനുശേഷം മനസ്സിലായിട്ടുണ്ട് നമ്മളെ ജീവൻ്റെ ഒക്കെ വാല്യൂ എത്രത്തോളം ഉണ്ട്, എത്ര പെട്ടെന്നാണ് മരിച്ചു പോകുന്നത്. ഒരാൾ നമ്മളുടെ ലൈഫിൽ നിന്ന് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ചിലപ്പോൾ ഒരു ഫാമിലി എന്നെ തകർന്നു പോകുന്ന അവസ്ഥയൊക്കെ വന്നിട്ടുണ്ട്. അപ്പം അതുകൊണ്ട് ഇൻഷുറൻസിൻ്റെ ഒക്കെ വളരെ ഇമ്പോർട്ടൻസ് ആ സമയത്ത് പലരും, പണ്ടൊക്കെ ലൈഫ് ഇൻഷുറൻസ് എടുക്കുക എന്ന് പറയുന്നത് കുറച്ച് അത്ര വലിയ അല്ലെങ്കിൽ എന്താണ് എല്ലാവരും ചെയ്യുന്ന ഒരു കാര്യമല്ല. പക്ഷേ ഇപ്പം എല്ലാവരും ഇൻഷുറൻസ് എടുക്കുന്നുണ്ട് ഫാമിലീനെ സെക്യൂർ ആക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ പല ടൈപ്പ് ഇൻഷുറൻസുകൾ വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇൻഷുറൻസ് റിലേറ്റഡ് ചെയ്തിട്ട് നിങ്ങൾക്ക് അല്ലെങ്കിൽ വലിയൊരു പീക്ക് ടൈമാണ് ഇൻഷുറൻസിനെ വെയിറ്റ് ചെയ്ത് അല്ലെങ്കിൽ വരാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ അതുകൊണ്ടൊക്കെ എന്താണ്, അപ്പോൾ കൊമേഴ്സിനൊരിക്കലും ജോലി സാധ്യതകൾ പോകുന്നില്ല. കാരണം നിങ്ങൾ കൊമേഴ്സ് പഠിച്ച് അതിൻ്റെ ബേസിൽ പോകുന്ന ആളാണെങ്കിൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് നല്ല വലിയ രീതിയിലൊക്കെ നിങ്ങൾക്ക് ജോലി സാധ്യതകൾ അല്ലെങ്കിൽ പ്രൊഫൈലിലേക്കൊക്കെ എത്താവുന്നതേ ഉള്ളൂ. പിന്നെ അതുപോലെ തന്നെ ഏറ്റവും വലിയ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇൻ്റർനെറ്റിലൊക്കെ സെർച്ച് ചെയ്താൽ കാണാൻ വേണ്ടി പറ്റും നല്ല ഹൈ സാലറി ഉള്ള ജോലി എന്ന് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ബിസിനസ് അനലിസ്റ്റ് അല്ലെങ്കിൽ അനാലിസ്റ്റ് എന്ന് പറഞ്ഞ് നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റും. അതൊക്കെ എന്താണ്, അല്ലെങ്കിൽ എന്താണ് ഇൻവെസ്റ്റ്മെൻറ്റ് ബാങ്കർ എന്നൊക്കെ പറഞ്ഞ് നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റും. അവരൊക്കെ എന്താണ്, നമ്മുടെ കൊമേഴ്സ് അല്ലേ, കൊമേഴ്സ് ബേസിൽ വരുന്നതാണ്. നമ്മളെ രാജ്യത്തിൻ്റെ സാമ്പത്തിക രംഗം എടുത്ത് നോക്കിയാൽ പോലും നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റും. നമ്മുടെ RBI ഗവർണർ പോലുള്ളവരൊക്കെ എന്താണ്, എക്കണോമിസ്റ്റ് ആണ്. BA എക്കണോമിസ്റ്റ് എന്നൊക്കെ പറയുമ്പോൾ എന്താ, കൊമേഴ്സാണ് വരുന്നത് അല്ലേ. ഒരു രാജ്യത്തിൻ്റെ സാമ്പത്തിക രംഗത്തെ മുഴുവൻ കൺട്രോൾ ചെയ്യുന്ന ആൾക്കാരൊക്കെ കൊമേഴ്സുകാരാണ്. അപ്പം ചില്ലറക്കാരല്ല ഒരു കൊമേഴ്സുകാരെന്ന് പറയുന്നത്. ലോകത്തിൻ്റെ ഏത് രംഗത്ത് പോയാലും അവിടെ പോയി നിങ്ങൾക്ക് നോക്കിയാൽ കൊമേഴ്സുകാരിയോ കാണാൻ സാധിക്കുക എന്നുള്ളതാണ്. അതുപോലെ തന്നെ ഒരു ചാർട്ടേഡ് അക്കൗണ്ടൻറ്റ് എന്ന് പറയുന്നതൊക്കെ എന്താണ്, എത്രയോ റെസ്പെക്ട്ഫുൾ ആയിട്ടുള്ള, നമ്മൾ ഇന്ത്യയിലാണ് CA. അപ്പോൾ നമ്മൾ പുറത്ത് നിങ്ങൾ പോയി കഴിഞ്ഞാൽ എന്താണ് ACCA പോലെയൊക്കെ എന്താണ് ഒരു ഒപ്പിനാണല്ലേ, ഒപ്പാണ് നിങ്ങളുടെ ഒരു ഒപ്പിനാണ് വില, ഒപ്പിന് ലക്ഷങ്ങൾ എന്നൊക്കെ വേണമെങ്കിൽ പറയാം. അപ്പോൾ എന്താണ്, കൊമേഴ്സ് എടുത്താൽ ഒരിക്കലും ജോബ് ഓപ്പർച്യൂണിറ്റീസ് ഇല്ലാതെ ആവുന്നില്ല. നിങ്ങൾക്ക് പുറത്തും നല്ല ഡിമാൻഡ് ഉണ്ടാവും, ഇവിടെയാണെങ്കിലും നല്ല ഡിമാൻഡ് ഉണ്ടാവും. അപ്പോൾ കൊമേഴ്സ് എടുത്താൽ ഒരിക്കലും നഷ്ടമാവില്ല എന്നാണ് മിസ്സിന് പറയാൻ വേണ്ടിയുള്ളത്. അപ്പോൾ കൊമേഴ്സ് എടുക്കാൻ തീരുമാനിച്ചവർക്കും അല്ലെങ്കിൽ കൊമേഴ്സ് ഇനി എടുത്താലോ എന്ന് തീരുമാനിക്കുന്നവർക്കും ബെസ്റ്റ് ആയിട്ടുള്ള ഓപ്ഷനാണ്. നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ
നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് ഉണ്ട്, നിങ്ങൾക്ക് കൊമേഴ്സ് സെക്ടേഴ്സിൽ വർക്ക് ചെയ്യുന്നതാണെങ്കിൽ ബെസ്റ്റ് ഓപ്ഷൻ തന്നെയാണ്. നിങ്ങൾക്ക് ചൂസ് ചെയ്ത് മുന്നോട്ട് പോകാം. അതിനായിട്ട് നിങ്ങളെ കംപ്ലീറ്റ് ആയിട്ട് കൊമേഴ്സിൻ്റെ അല്ലെങ്കിൽ ആദ്യ പാഠങ്ങൾ നിങ്ങളെ പഠിപ്പിക്കാനായിട്ട് നമ്മുടെ എക്സാം ഇൻ ഫാമിലീൻ്റെ കൊമേഴ്സ് ടീം ഇവിടെ സെറ്റാണ്. നിങ്ങൾക്ക് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ അതിന് വേണ്ടി നിങ്ങൾക്ക് നമ്മുടെ ബാച്ചിലേക്ക് വേണമെങ്കിൽ ജോയിൻ ചെയ്യാം. നമ്മുടെ ജ്വാല ബാച്ചിലേക്കൊക്കെ വേണ്ടി ജോയിൻ ചെയ്യാനായിട്ട് ഇവിടെ നമ്മുടെ നമ്പർ പോകുന്നുണ്ടാവും. ആ നമ്പറിലേക്കൊക്കെ കോൺടാക്ട് ചെയ്ത് നിങ്ങൾക്ക് അഡ്മിഷൻസ് എടുക്കാവുന്നതാണ്, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഡീറ്റെയിൽസ് അറിയാവുന്നതാണ്. ഓക്കെ, അപ്പം നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് ഒരുമിച്ച് നമ്മുടെ ഈ ഒരു യാത്ര അല്ലെ, കൊമേഴ്സ് യാത്ര നമുക്ക് സ്റ്റാർട്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ മക്കളാരും മറന്നു വേണ്ട, കൂടുതൽ ഡീറ്റെയിൽസ് കാര്യങ്ങൾ അറിയാനായിട്ട് ഈ നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്യുക. അപ്പോൾ ഓൾ ദ വെരി ബെസ്റ്റ്. കറക്റ്റായിട്ടുള്ള ഡിസിഷൻ എടുക്കുക. നമുക്ക് ഒരുമിച്ച് തന്നെ മുന്നോട്ട് പോവാം.